അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും പോവുകയാണ് ഒരു ഈവനിങ് വ്ളോഗായിട്ട്. കേട്ടോ അപ്പോൾ കിഡൂസൊക്കെ നല്ല മാറ്റി വരും. ഞങ്ങൾക്ക് ത്രില്ലിലാട്ടോ പോവാനുള്ളത്. അപ്പോൾ അമ്മയും മാമിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ പോവുകയാണ്. ഓക്കെ. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ടീ ടൈം ആയിരുന്നല്ലോ. അപ്പോൾ ടീ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ രാവിലെ പത്തിരി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഒരുപാട് പത്തിരി ബാലൻസ് വന്നിരുന്നു. അപ്പോൾ ആ ബാലൻസ് വന്ന് ആരും അതിനെ കഴിക്കാറില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസി സ്നാക്സാണ്. പത്തിരി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ബീഫാണ്. അപ്പോൾ വീട്ടിൽ ബീഫായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ബീഫ് വരട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ ആ ബീഫ് വരട്ടിയത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇനി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഒരു സവാളയും ഒരു തണ്ട് കറിവേപ്പിലയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. സവാള നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഡയറക്റ്റായി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി നമുക്കിതിലോട്ട് സവാളയും വേപ്പിലയും ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ സവാള വഴറ്റുകയാണെങ്കിൽ അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിനാലാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടിയും ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് 3 കോഴിമുട്ട കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിൽ 3 കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ എടുക്കട്ടെ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പരന്ന വലിയൊരു ഫ്രൈ പാനിൽ 1 സ്പൂൺ നെയ്യ് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പത്തിരി മുട്ട നമ്മൾ അടിച്ചു വെച്ചിരുന്ന ഈ മുട്ട മിക്സിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നും പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് അടിയിൽ കുറച്ച് തിക്കായിട്ട് നമ്മൾ ലെയറാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാതും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ നമ്മുടെ പത്തിരി ഒരു ലെയറിനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് മുഴുവനും ഇതിൽ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പത്തിരിയുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ലെയറായിട്ട് വെക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ പത്തിരി മുക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ കൂട്ട് പകുതി വെക്കുക. അതിന് ശേഷം വീണ്ടും നമുക്ക് പത്തിരി വെക്കാം. അതിന് മുകളിൽ വീണ്ടും കൂട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അങ്ങനെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിത് മുഴുവനും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ഫില്ലിങ് മുഴുവൻ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പത്തിരി വെച്ചിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോഴും നമ്മൾ ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് വേണം ഈ പത്തിരി കവർ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പത്തിരി ഞാൻ ഇതാ മുഴുവനും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ മുട്ടയുടെ ഈ കൂട്ട് ഇതിന് മുകളിൽ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു വശമായതിന് ശേഷം ഞാൻ മറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയം നമുക്കറിയാലോ, ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. കാരണം ഓൾറെഡി പത്തിരി വെന്തതല്ലേ. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയിട്ട് അതായത് പത്തിരി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന പത്തിരി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഈ കടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഇത് കഴിച്ചിട്ട് വേണം, ഞങ്ങൾക്ക് ഇനി ഈവനിങ് ആയിട്ട് കുറച്ച് പുറത്ത് പോകാനുള്ളതായതുകൊണ്ട് ഇത് കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് വ്ളോഗ് ആയിട്ട് കുട്ടികൾക്ക് വീട്ടിൽ വെറുതെ ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്.
അപ്പോൾ ഗൈസ് ഇന്ന് ഈവനിങ് വാക്കിങ്ങിന് പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലൊക്കെ നിറയെ ഗാർഡൻ സെറ്റിങ്സ് നല്ല ഭംഗിയിൽ ടയറ് കൊണ്ടും പൈപ്പിലൊക്കെ വെച്ച് ടർട്ടിൽ വൈനൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് ഫോട്ടോസാണ് ഈ കാണിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അസീൻ താത്താൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഈ അസീൻ താത്താൻ്റെ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞങ്ങൾ ഇത് ഏതായാലും ഞങ്ങൾ ഈവനിങ് വാക്ക് ഇറങ്ങിയല്ലേ, അപ്പം ഗാർഡനൊക്കെ ഒന്ന് എല്ലാവരും ഗാർഡനൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയ കേട്ടോ. അപ്പം നല്ല ഭംഗിയിൽ തന്നെ അസീൻ താത്ത നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും പോന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മുഖ്യമായിട്ട് ഞങ്ങൾ കരുതിയിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയിൽ വീടുകളിൽ ഗാർഡനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ റിലേറ്റീവ്സുകളുടെ വീട് തന്നെയാണ് അതൊക്കെ. അപ്പോൾ അതിൽ ഒരുക്കി വെച്ചിട്ട് നല്ല ഭംഗിയിലുള്ള ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതൊക്കെ ടയർ വെച്ചിട്ട് ചെയ്താണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ചെടിയുണ്ട്. അപ്പോൾ സമയം കുറവായതിനാൽ ഞങ്ങൾ അവിടെ ഒന്നും കയറാതെ പെട്ടെന്ന് പോവായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ബാങ്ക് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി തിരിച്ചു വരാമെന്ന് കരുതി. അപ്പോൾ കുട്ടികൾക്ക് നടന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത്. എപ്പോഴും ഈ ബൈക്കിലും കാറിലും ഓട്ടോയിലൊക്കെ അല്ലേ പോകണം. അപ്പോൾ ഇത് നടന്നിട്ട് പോകാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടൊന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ വഴിച്ചെലവിന് വേണ്ടി ലേസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതും കഴിച്ചുകൊണ്ടാട്ടോ പോണത്. അപ്പോൾ ചെറിയൊരു കട ഉണ്ടായിരുന്നു അവിടെ. അതിൽ നിന്ന് ഞങ്ങൾ ലേസൊക്കെ വാങ്ങി അത് കഴിച്ചിങ്ങനെ പോകാമെന്ന് കരുതി. ഇതിലൂടെ ആദ്യം കാൽനട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് ഇവിടെയൊക്കെ റോഡും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നിറയെ വീടുകളും ആയിട്ടുണ്ട്. അപ്പോൾ റോഡും ബാലവാടി അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ആദ്യം ഇവിടെയൊക്കെ ഭയങ്കര ഇങ്ങനെ കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പൊക്കെ പിന്നെ അവരെല്ലാവരും വീടൊക്കെ വെച്ച് ഇതായതാൽ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വീടും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും നിറയെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്നു പോകുന്നതും ഇങ്ങനെ പോകുമ്പോൾ ലേസ് കഴിക്കുക അവർക്ക് അതാണല്ലോ ഇഷ്ടം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോരുന്ന വഴിയുള്ള വീടുകളാട്ടോ ഇതൊക്കെ. എല്ലാ വീട്ടിലും നിറയെ ചെടികളാട്ടോ. ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഉണ്ടായൊരു ഗുണമാണ് കേട്ടോ. എല്ലാ വീടുകളിലും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചെടികൾ തന്നെ ആയിരുന്നു കേട്ടോ.
ഇവിടെയൊക്കെ മുമ്പ് ഭയങ്കര കാട് പിടിച്ച പോലെ കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. നമ്മുടെ നടന്ന് പോകാനുള്ള ഒരു ചെറിയ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ 2 ഭാഗവും വെട്ടിത്തളിച്ചിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇതിലൂടെ വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് വീടുകളുണ്ട് കേട്ടോ. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇതിലൂടെയൊക്കെ നടന്നു പോയത് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ചെറിയ നല്ല കാടും പൊന്തൊക്കെയാണ്. അന്നൊന്നും ഒരു പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് പേടി കേട്ടോ. അന്നൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ എല്ലായിടത്തും ഇതുപോലെ കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഉമ്മയുടെ വീടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഉമ്മയുടെ വീടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് വിട്ടിട്ട് വീട് കയറ്റിയത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് അധികം ഓട്ടോയിലോ കാറിലൊക്കെയാണ് പോവാറുള്ളത് കേട്ടോ. അടുത്ത് തന്നെ ആണെങ്കിൽ പോലും ഇങ്ങനെ നടന്നൊന്നും പോവാറില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ആയിക്കോട്ടെ എഴുതിയിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോകണത്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് കരുതിട്ടോ. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഉമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഡോഗിനെ മേടിച്ചിട്ടുണ്ട് അവിടുത്തെ മോന്. അപ്പോൾ അത് കണ്ടിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, പേടിയുണ്ടെന്ന് ഇഷ്ടമായും ചെയ്തു. അപ്പോൾ മോള് ഭയങ്കര ഫോട്ടോ എടുക്കലാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കുഞ്ഞമ്മക്ക് ഇതുപോലെ കോഴിയും താറാവും കിനിക്കോയും ഒക്കെയുള്ള ചെറിയൊരു സംരംഭമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കാടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ചെറിയ ചെറിയ കാട കുഞ്ഞുങ്ങളിങ്ങനെ കാണുന്നത് രസമുള്ള കാര്യമല്ല. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ കരുതിയിട്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട് തന്നെയാണ്. ഉമ്മയുടെ അമ്മാവൻ്റെ മക്കളുടെ അമ്മാവൻ്റെ ഒക്കെ വീടാണ് ഇതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറാമെന്ന് കരുതി. അതുപോലെ തന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കുളത്തിൻ്റെ ഒരു വീഡിയോ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഉമ്മയുടെ അമ്മാവൻ്റെ മോൻ്റെ വീടാണ്. അപ്പോൾ അവിടെ അവൻ ചെയ്തിട്ടുള്ള കുറേ വർക്കുകളാണ്. അപ്പോൾ അവനവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇതുപോലെ പക്ഷികളൊക്കെ വിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ലവ് ബേഡ്സിൻ്റെ ഒക്കെ പോലത്തെ തത്തമാരൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പേരെന്താ എനിക്കറിയില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഇനി ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത്, ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കുളം കാണാനായിട്ടോ. അപ്പോൾ കുട്ടികൾ കുറച്ച് മുന്നേ വന്ന് ഇവിടെ നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നീന്തലൊക്കെ പഠിച്ചിരുന്നു കുളമാട്ടത്. പക്ഷെ ഇതിപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നു നല്ല നീറ്റിലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ ഒരുപാട് വലുതായിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പോവാറുള്ളൂ. ഒഴിവുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ പോവാറുള്ള വീടുകളിലൊന്നും വന്നാൽ. ഇത് കുളത്തിൻ്റെ അടുത്ത വീടുകളിലുള്ള ചെടിത്തോട്ടാട്ടോ. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി നിങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ അമ്മാവന്മാരെ വീടുകളിലൊക്കെ ഒന്ന് കയറാൻ കരുതി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് ആ വീട്ടിലെ ഉമ്മ. അപ്പോൾ അവർ വീട്ടിലേക്ക് വിളിച്ചതായിരുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള കുറച്ച് ചെടിയും ലവ് ബേഡ്സിനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ.
അപ്പോൾ അവിടെ നിന്ന് ഞാൻ അങ്ങനെ പോന്നപ്പോൾ ആ വീട്ടിൽ തന്നെ ഉമ്മയുടെ ചെറിയ മോൻ്റെ വീടാട്ടത്. അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. വീഡിയോയിലൊന്നും ഞാൻ പറയാം അതിൻ്റെ ഭംഗി കണ്ടാൽ മനസ്സിലാവില്ല, നേരിട്ട് കാണാൻ അത്രയ്ക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ചുമരൊക്കെ കല്ലാട്ടോ, കല്ലിങ്ങനെ ഒരിതിൽ വെച്ചിട്ട് കല്ലുകളാണ് അതിൻ്റെ ചുമര് മുഴുവനും. അതുപോലെ ചെടികൾ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട് പണി നടക്കുന്നതിനാൽ അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. ഇതൊക്കെ അവിടുത്തെ തൊട്ടടുത്ത വീടാണ് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും നിറയെ ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടെടുത്താ കേട്ടോ. ഇതൊക്കെ ഉമ്മയുടെ അമ്മാവൻ്റെ മക്കളെ വീടാട്ടോ. അപ്പോൾ അവിടെയുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ നിത്യകല്യാണിൽ 2 കളറ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാണാത്തൊരു കളർ കണ്ടപ്പെടുത്താണ്. ഇതവിടുത്തെ അമ്മാവൻ്റെ പേരക്കുട്ടിയുടെ കോഴികളാട്ടോ. ഇതൊക്കെ എല്ലാ കോഴികൾക്കും താറാവിനൊക്കെ ഇവിടെ പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് അവൾ കാണിച്ചു തരുന്നു കേട്ടോ, കൊണ്ടുവന്നിട്ട് കാണിച്ചു തന്നതാണ്. നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ അവൾ പേരിട്ടിട്ടുണ്ട് അത്ര. അപ്പോൾ അത് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്നതാണ്. അവൾക്കിങ്ങനെ കോഴി, താറാവ്, അങ്ങനെ മുയൽ, അങ്ങനെ എല്ലാ ജീവികളോടും ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അവൾ ഇതിനൊക്കെ പേരിട്ടിട്ടുണ്ട് അത്ര. ഇത് അബു മാളു എന്നാണ് പേര് എന്ന് പറഞ്ഞത്. അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അറിയാം ഇങ്ങനത്തൊക്കെ. ഇതവരെ വീടിൻ്റെ അടുത്ത് കുറച്ച് തെങ്ങ് വളപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് അവിടെയൊക്കെ ഇങ്ങനത്തെ ഫാം തുടങ്ങിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇത് മാവിൻ്റെ തൈകളാട്ടോ. അപ്പോൾ അതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന തൈകളാണ്. മാവും പ്ലാവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വീടുകളൊക്കെ നിറയെ വന്നതിനാൽ അപ്പോൾ അവിടെ ഇങ്ങനത്തെ കൃഷിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. ഇവിടെയൊക്കെ കൂടിയ അമ്മാവന്മാരെ മക്കളെയും കുട്ടികളെയും അവരെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോരുക കേട്ടോ. ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ പോരുക കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ അത് ഒത്തിരി ഇതിലൂടെയൊക്കെ ഈ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പോകാൻ എല്ലാവർക്കും പേടിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളത് കേട്ടതിന് ശേഷം പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന രീതിയിൽ വേഗം പോരുക കേട്ടോ. ഇത് ഞങ്ങൾ കസിൻ ബ്രദറാട്ടോ. അപ്പോൾ അവന് നടന്നു പോകുന്ന കണ്ടിട്ട് എന്നാൽ കൊണ്ടാക്കി തരാറിയാണ് കുട്ടികളോട്. അപ്പോൾ കുട്ടികളൊന്നും കൂട്ടാക്കുന്നില്ല. അപ്പോൾ അവൻ തിരിച്ചു പോവാട്ടോ. ഈ വൈകുന്നേരം നമ്മൾ പുറത്തുനിന്ന് പോയൊക്കെ വരുന്ന സമയമുണ്ടല്ലോ, ബാങ്ക് കൊടുക്കുന്നൊക്കെ സമയം കാണാൻ, ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആകാശവും ഒക്കെ കാണാൻ ഈ സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയി വരുന്നവർക്കൊക്കെ മനസ്സിലാവും. നല്ല ഇരുട്ട് മൂടിയൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.